ടോയ്ലറ്റിൽ പോകേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? എന്നാലുണ്ട്, കൃത്യമായിട്ട് ഈ ഒരു 7 പോയിന്റുകൾ നിങ്ങൾ നോക്കി വെക്കുക. ഒന്നാമത്തെ കാര്യം, ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുമ്പോൾ തന്നെ പോവുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മോഷൻ ഒരുപാട് ഹാർഡ് ആവാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ടോയ്ലറ്റിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യരുത്. അതായത് ഒരു 5-10 മിനിറ്റിന്റെ ഉള്ളിൽ ടോയ്ലറ്റിൽ പോയി മോഷൻ പോയതിനു ശേഷം തിരിച്ചിറങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഒരുപാട് സമയം അവിടെ ഇരിക്കുന്നത് നമ്മുടെ ആ ഒരു ഭാഗത്തേക്കുള്ള വെയിൻസിലോട്ട് കൂടുതൽ പ്രഷർ വരികയും രക്തയോട്ടം കൂടുകയും ഹെമറോയിഡ്സ് പോലുള്ള അല്ലെങ്കിൽ മൂലക്കുരു പൈൽസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ടോയ്ലറ്റിൽ ഇരുന്ന് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുക, ഒരുപാട് മുക്കരുത്. കാരണം അങ്ങനെ ചെയ്യുന്നത് വഴി ആ ഒരു മലദ്വാരത്തിന്റെ ഭാഗത്തുള്ള മുറിവുകൾ ഉണ്ടാവുകയും ഫിഷർ ഉണ്ടാവാനുള്ള സാധ്യതയും അസഹ്യമായ വേദനയിലോട്ട് അത് നയിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ഒരു പോയിന്റ്, ടോയ്ലറ്റിൽ ഇരുന്ന് ഫോൺ യൂസ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. കാരണം ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം സെൻസ് ചെയ്യുന്നത് മോഷൻ പോകാൻ വേണ്ടിയിട്ടാണ്. അവിടേക്ക് ഒരു പ്രഷർ വരുന്നുണ്ട്. നിങ്ങൾ കുറേ സമയം ഫോണിൽ നോക്കുമ്പം നമുക്ക് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. പിന്നത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ഇന്ത്യൻ ക്ലോസറ്റിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ കുറച്ചും കൂടി മലബന്ധം ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്നാൽ യൂറോപ്യൻ ക്ലോസറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് സ്റ്റെപ്പ് വെച്ച് നിങ്ങളുടെ കാലൊന്ന് ഉയർത്തി വെക്കുന്നത് വയറും കാലുകളും തമ്മിലുള്ള ആ ഒരു ആംഗിൾ കറക്റ്റായി വെക്കാനും കോൺസ്റ്റിപ്പേഷൻ അധികം ഇല്ലാണ്ടിരിക്കാനും സോഫ്റ്റ് ആയിട്ടും കുറച്ചും കൂടി ഈസി ആയിട്ടും ടോയ്ലറ്റിൽ പോകാനും ഹെൽപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി നോക്കുക. മലദ്വാര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും.